ലാസ്റ്റ് വേർഡ് അങ്ങേക്ക്. കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന പരിവർത്തനത്തിന്റെ നേർ സാക്ഷ്യമാണ് വെള്ളാപ്പള്ളി സാക്ഷ്യപ്പെടുത്തുന്നത്. എനിക്കേറെ ബഹുമാനം തോന്നുന്നു ശ്രീകുമാർ സാറിനോട്. AK ആന്റണിയുടെ വാക്കുകളാണ് അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ അഭിപ്രായം. പക്ഷെ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ അഭിപ്രായത്തിൽ അദ്ദേഹത്തിന് വിലങ്ങുകളുണ്ട്. ഞാൻ ശ്രീകുമാർ സാറിനെ ഓർമ്മിപ്പിക്കുന്നത്, കേരളത്തിൽ താങ്കളെപ്പോലെയുള്ള നൂറുകണക്കിന് ജനങ്ങളുടെ വികാരമാണ് വെള്ളാപ്പള്ളി നടേശൻ ഏറ്റു പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് കേരളത്തിലെ എല്ലാ മാധ്യമങ്ങളും ഈ വിഷയം ചർച്ച ചെയ്യുന്നത്. കേവലം ഒരു മതഭ്രാന്തന്റെ ജൽപ്പനങ്ങളായി തള്ളിക്കളയുന്നതിന് പകരം അദ്ദേഹം പുറത്തു പറഞ്ഞിരിക്കുന്ന ഈ യാഥാർത്ഥ്യം, തുറന്നുവിട്ടിരിക്കുന്ന ഭൂതം ചില പൊള്ളുന്ന യാഥാർത്ഥ്യങ്ങളാണ്. ചില കേരളത്തിലെ ജനത സ്വാഭാവികമായിട്ടും അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന, അവർ നേരിട്ട് അനുഭവിക്കുന്ന യാഥാർത്ഥ്യങ്ങളാണ് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത്. ഇത് തന്നെയാണ് VS അച്യുതാനന്ദൻ പറഞ്ഞതും AK ആന്റണി മാറാട് കലാപത്തിന് ശേഷം പറഞ്ഞതും. ഇതേ മാറാട് കലാപത്തിൽ ഞാൻ മാണിവേലിനെ ഓർമ്മപ്പെടുത്തുന്നു, കളങ്കിതമായ ആരാധനാലയം കഴുകി തെളിവ് നശിപ്പിക്കാൻ ഒരു MP പോയിട്ടുണ്ടെങ്കിൽ അത് മതേതര സംരക്ഷണത്തിന് വേണ്ടിയാണോ? എല്ലാ പ്രതിഷേധ യോഗത്തിനും വാണിമേൽ കോഴിക്കോട് കടപ്പുറത്ത് ലീഗിന്റെ പൊതുയോഗങ്ങളിൽ 21 ഊരിയ കത്തിയുടെ എറിയാത്ത കഥകൾ കേൾക്കുന്നവരാണ് നമ്മൾ. അമ്പലനടയിൽ പച്ചയ്ക്ക് കെട്ടിത്തൂക്കി കത്തിക്കുന്നവരോട് നടപടിയെടുക്കാത്തതും ഒരുപക്ഷെ നേതൃത്വത്തിനപ്പുറത്തേക്ക് നിങ്ങൾ വഴങ്ങിക്കൊടുക്കുന്ന സൂചനയാണ്. അതുകൊണ്ട് തന്നെയാണ് വർത്തമാനകാല കേരളത്തിൽ വെള്ളാപ്പള്ളിയുടെ വാക്കുകൾക്ക് കേരളം ചർച്ച ചെയ്യുന്നതും കേരളത്തിൽ നിരവധി ആളുകൾ ആ വാർത്ത ഏറ്റെടുക്കാൻ തയ്യാറാകുന്നതും. കേരളത്തിന്റെ മനസ്സാക്ഷിയാണ് നിർഭയമായിട്ട് അദ്ദേഹം പറയുന്നത്. ഒന്നുകൂടി അദ്ദേഹം പറയുന്നു, ഏത് കുന്തമെറിഞ്ഞാലും, എന്റെ ചിത്രമല്ല കോലമല്ല പച്ചയ്ക്ക് കത്തിച്ചാലും ഞാൻ പിന്മാറില്ലെന്ന് പറയുന്നതിന്റെ ആ സ്വരമുണ്ടല്ലോ, അത് കേരളത്തിന്റെ പൊതുവായ ശബ്ദമാണ്, അത് കേരളത്തിന്റെ വികാരമാണ്.